പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പത്തനംതിട്ട പോലീസ് പെൺകുട്ടിയുടെ പോത്തൻകോട്ടെ വീട്ടിലെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി. നഴ്സിംഗ് കോളേജിലെത്തിയും പോലീസ് മൊഴിയെടുത്തിരുന്നു. വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ മരിച്ച അമ്മു സജീവിന്റേത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബത്തിന്റെ ആരോപണമുയർന്നു. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്നാണ് കുടുംബം പറയുന്നത്. സഹപാഠികളായ വിദ്യാർത്ഥിനികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും കുടുംബം ആരോപിച്ചു. ഇതോടെയാണ് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് കോളേജിലെത്തി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോത്തൻകോടുള്ള അമ്മുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തത്. അമ്മയുടെയും സഹോദരന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ മരണം സംഭവിച്ച ഹോസ്റ്റലിലെത്തിയും മൊഴിയെടുത്തിരുന്നു. അതേസമയം മുൻപ് അമ്മുവിന്റെ പിതാവിന്റെ പരാതിയിൽ അന്വേഷണം നടത്തി 3 വിദ്യാർത്ഥിനികൾക്ക് മെമ്മോ നൽകിയിട്ടുള്ളതായി കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കംപ്ലൈന്റ് കിട്ടിയതായിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. അതായത് സ്റ്റുഡന്റിന്റെ കംപ്ലൈന്റ്, അച്ഛന്റെ കംപ്ലൈന്റ് മെയിലായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ കമ്മിറ്റി കൂടി എൻക്വയറി കമ്മിറ്റി എന്താണെന്ന് അന്വേഷിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കാരണം അത് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്നുള്ളൊരു തീരുമാനം തന്നെ. അതുപ്രകാരമുള്ള കാര്യങ്ങളും അവരുടെ മീറ്റിങ്ങുകളും ഇവിടെ ചേംബറിൽ വെച്ച് തന്നെ അതെല്ലാം ചെയ്തതും കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.